എല്ലാവർക്കും കൂൾ ഷോർട്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഓട്സ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ദോശയ്ക്ക് വേണ്ടിയിട്ട് മാവരച്ച് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അരച്ച ഉടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഈ ഒരു വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കാം. ഈ ഒരു ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. റോൾഡ് ഓട്സ് വെച്ചിട്ടാണ് ഞാനത് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക, നോർമലുള്ള എടുക്കുക, അതല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് ആയാലും മതി. ഇതിനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3-4 മണിക്കൂർ ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്യണത്. അപ്പോൾ ഉഴുന്ന് പരിപ്പും നമ്മുടെ ഓട്സൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇത് നന്നായി കേകി എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളത്തിൽ തന്നെ അരച്ചെടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടും അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ടും അതുപോലെ ഇതിൻ്റെ മാവ് എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഞാൻ വേറെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല. ഈ ഒരു വെള്ളം മാത്രമേ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണ് ചിയാ സീഡ്സ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതൊരു പ്ലെയിൻ ദോശയായിട്ടാണ് ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയും ഈ ഒരു ദോശ തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് മാവ് ഉണ്ടായിരിക്കേണ്ടത്. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചെടുത്തിട്ടുണ്ട്. നന്നായി ചൂടാകുമ്പോൾ ഒരു തവി മാവെടുത്ത് സാധാരണ നമ്മൾ ദോശയൊക്കെ പരത്തിയെടുക്കുന്ന രീതിക്ക് തന്നെ പരത്തി കൊടുക്കുകയാണ്. പരത്തി കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ടൊരു അല്പം നെയ്യോ ഓയിലോ ഒന്ന് തൂവി കൊടുക്കുകയാണ്. അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഒരു ഭാഗം കുക്കായി കിട്ടും. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗം കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ദോശ തയ്യാറായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ദോശ തയ്യാറാക്കാൻ പറ്റും. നമ്മൾ മാവ് അരച്ച് ഒരുപാട് സമയം ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഒത്തിരി ഹെൽത്തിയാണ്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഡയബറ്റിക് ഉള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ സെർവ് ചെയ്യുക. അതിൻ്റെ കൂടെ എന്തെങ്കിലും ചട്നിയോ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ ആവും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ദോശയുടെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.